കേന്ദ്രവും തമിഴ്നാടും തമ്മിലുള്ള ത്രിഭാഷാ തർക്കം രൂക്ഷമാകുന്നതിനിടെ ചിഹ്നങ്ങളിലും പ്രതിരോധം തീർക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. 2025-26 ബജറ്റിലാണ് രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമായ രു ഉപയോഗിച്ചിരിക്കുന്നത്. ത്രിഭാഷാ നയത്തിൽ കേന്ദ്രവുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സ്റ്റാലിന്റെ പുതിയ തീരുമാനം. ത്രിഭാഷാ തർക്കത്തിനിടെ ചിഹ്നങ്ങളിലും പ്രതിരോധം തീർക്കുകയാണ് തമിഴ്നാട് സർക്കാർ. നാളെ അവതരിപ്പിക്കാനിരിക്കുന്ന 2025-26 ബജറ്റിലാണ് രൂപയുടെ ഔദ്യോഗിക ചിഹ്നം സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. പകരം തമിഴ് അക്ഷരമായ രു ഉപയോഗിച്ചു. കഴിഞ്ഞ 2 തവണയും ബജറ്റിൽ രൂപയുടെ ചിഹ്നം തന്നെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ വിവാദ തീരുമാനത്തിനു പിന്നിൽ. തമിഴ്നാടിന്റെ സമഗ്ര വികസനവും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിന്റെയും വികസനവും ഉറപ്പാക്കുകയാണ് എന്നാണ് എക്സിൽ പങ്കുവച്ച വീഡിയോയ്ക്കുള്ള സ്റ്റാലിന്റെ കുറിപ്പ്. DMK മുൻ MLA മകൻ തിരു ഉദയ്കുമാറാണ് ചിഹ്നം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം ചിഹ്നമാറ്റത്തെക്കുറിച്ച് തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്തെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. അസംബന്ധമായ നീക്കമെന്നാണ് തമിഴ്നാട് BJP പ്രസിഡന്റ് കെ അണ്ണാമലയുടെ പ്രതികരണം. ഇന്ത്യൻ റുപ്പി ചിഹ്നമുള്ള 2024-25 ബജറ്റിലെ ഫോട്ടോയും അണ്ണാമലൈ എക്സിൽ പങ്കുവച്ചു. നാളെ തമിഴ്നാട് ധനമന്ത്രിയാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുക. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.